അതിലേക്ക് കടക്കാം. ഇന്ന് രത്നാകരൻ സാറിനെ എല്ലാവർക്കും അറിയും. നമ്മളെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ളവർക്ക് സാർ സുപരിചിതനാണ്. ഏത് പ്രശാന്തി സേവ ഉണ്ടെങ്കിലും സാർ അവിടെ ഉണ്ട്. വളരെ അർപ്പണത്തോടെ തന്നെ സാറിന്റെ ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് സാറാണ് സാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. സാർ 3 ഓങ്കാരം 3 സായി ഗായത്രി പറഞ്ഞ ശേഷം സാറ് ഒരു സായി വാണി സാറിന് ഇഷ്ടമുള്ളൊരു ഭാഗം ഒരു 8 മിനിറ്റ് വായിക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് സാറിന് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. സ്വാമിയുടെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നാവട്ടെ. രത്നാകരൻ സാറിനെ എല്ലാവരുടെ പേരിലും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സായിറാം സാർ. സായിറാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ സായി വാണിയാണ് വായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജന്മദിനോപഹാരം. സ്വാമിയുടെ ജന്മദിനത്തിൽ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സേവിക്കുകയും അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുകയും അവരോട് പ്രേമപൂർവ്വം പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വാമിക്ക് നിങ്ങൾ നൽകുന്ന അമൂല്യമായ ഉപഹാരം. ഞാൻ ആഗ്രഹിക്കുന്നതും അത് മാത്രമാണ്. ഈശ്വരന് നൽകുന്ന സമ്മാനം പരിശുദ്ധവും ഉറച്ചതും നിസ്വാർത്ഥവുമായ പ്രേമമായിരിക്കണം. എൻ്റെ ഈ ജന്മദിനത്തിൽ എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആനന്ദം വർദ്ധിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഷഷ്ഠിപൂർത്തി ആഘോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പദ്ധതി തയ്യാറാക്കുകയാണല്ലോ. അതിനു മുൻപ് തന്നെ 6000 ഗ്രാമങ്ങൾ ദത്തെടുത്ത് അവയെ മാതൃകാ ഗ്രാമങ്ങളാക്കി ശരിയായ വിധത്തിൽ സംരക്ഷിക്കുക. സമ്പത്തും അധികാരവും ഉള്ളവർക്ക് ധാരാളം വൃദ്ധന്മാർ കാണും. പക്ഷേ ദുരിതമനുഭവിക്കുന്നവരും ദരിദ്രരും ആയ ഇവരെ സേവിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക. അവരുടെ സുഹൃത്തും ബന്ധുവും ഏറ്റവും അടുത്ത ക്ഷേമോപകാംക്ഷിയായും തീരുക. അവർ നിങ്ങളെ ആ രീതിയിൽ സ്വാഗതം ചെയ്യാൻ ഇടയാകട്ടെ. വിശക്കുന്ന ആളുകളുടെ ചെവിയിൽ വേദം മോദിയാൽ അവർക്ക് ദഹിക്കുകയില്ല. ആദ്യം വിശപ്പ് മാറ്റുക. അവർക്ക് ഈശ്വരനെ ആഹാരത്തിന്റെ രൂപത്തിൽ കൊടുക്കുക. വസ്ത്രത്തിന്റെ രൂപത്തിൽ ഈശ്വരനെ നൽകുക. ദുഃഖിതർക്ക് ഈശ്വരന്റെ രൂപത്തിൽ സമാധാനത്തെ കൊടുക്കുക. രോഗം ബാധിച്ചവർക്ക് മരുന്നിന്റെ രൂപത്തിൽ ഈശ്വരനെ നൽകുക. അവരുടെ ഭയവും വേദനയും ദുഃഖവും അകറ്റാൻ പര്യാപ്തമായ ഏതു രൂപത്തിലും നിങ്ങൾ അവർക്ക് ഈശ്വരനെ നൽകുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആത്മീയത കയറുകയുള്ളൂ. മറ്റൊരു വിധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആത്മീയതയ്ക്ക് പകരം നിരീശ്വരത്വവാദമായിരിക്കും അവരിൽ ചെന്നു ചേരുന്നത്. സായി തത്വത്തിന് അഹന്തയില്ല. അതുകൊണ്ട് ഈ 6000 ഗ്രാമങ്ങൾ വിദ്യാഭ്യാസം, വൈദ്യസഹായം, വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇവയെല്ലാം സത്യസായി സംഘടനകൾ ഉറപ്പാക്കണം. കുടിവെള്ളം ലഭിക്കാത്ത ഗ്രാമങ്ങൾ അനേകമുണ്ട്. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജനങ്ങളുടെ സഹകരണമില്ലാതെ ഗവൺമെന്റിന് വളരെയൊന്നും ചെയ്യാനാവില്ല. അത് ഒരു സ്വതന്ത്ര സ്ഥാപനമല്ല. ജനപിന്തുണ കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റിനെ ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഈ വികസന പരിപാടികൾ ചെയ്യണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതാണ് ശരിയായ സാധന, ശരിയായ സേവ. നിങ്ങൾ പ്രേമസ്വരൂപരായിരിക്കാൻ പ്രയത്നിക്കുക. നിങ്ങളുടെ എല്ലാ കഴിവുകളും വൈദഗ്ധ്യങ്ങളും സർവേശ്വരന്റെ മുൻപിൽ സമർപ്പിക്കാൻ തയ്യാറാവുക. നിങ്ങൾ ജപം, തപം, ത്യാഗം ഇവയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഈശ്വരന്റെ പ്രേമമാണ്. അതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്ത് സമ്മാനമാണ് തരേണ്ടത്? ഈ പ്രേമത്തിന്റെ സ്വഭാവവും പ്രത്യേകതയും നിങ്ങൾ മനസ്സിലാക്കണം.
ഈശ്വരൻ തത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം ബോധമുണ്ടോ ആ തലത്തിലാണ് ഈശ്വരപ്രേമം നിങ്ങൾ അനുഭവിക്കുന്നത്. ഇത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. ഈശ്വരപ്രേമത്തിന് തന്നെ ഒട്ടും മഹന്തയോ മാലിന്യമോ ഇല്ല. അത് സ്വാർത്ഥ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമാണ്. സായി എന്തു ചെയ്താലും, എന്തു ചിന്തിച്ചാലും, എന്തു പറഞ്ഞാലും, എന്തു നിരീക്ഷിച്ചാലും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ സായിക്ക് വേണ്ടിയല്ല. എൻ്റെ ഓരോ ആഗ്രഹവും നിങ്ങളുടെ ആനന്ദമാണ്. നിങ്ങളുടെ ആനന്ദമാണ് എൻ്റെയും ആനന്ദം. നിങ്ങളുടെ ഇതിൽ നിന്ന് വിഭിന്നമായി എനിക്ക് ആനന്ദമില്ല. നിങ്ങളെ ഇങ്ങനെ ചെയ്യുന്നു, സ്വാമി ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം നിങ്ങൾ സംസാരിച്ചേക്കാം, വിചാരിച്ചേക്കാം. പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ജന്മദിനത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. എനിക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പൈസ പോലും ഞാൻ ചെലവാക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടിയായിരിക്കും. ഈ 56 വർഷങ്ങൾക്കിടയിൽ ഞാൻ സ്വന്തമായി എൻ്റെ വസ്ത്രങ്ങൾ പോലും സമ്പാദിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം സത്യസായി സാമ്രാജ്യത്തിലെ വിദ്യാർത്ഥിയായ രാധാകൃഷ്ണൻ നൽകിയതാണ്. ഇന്നല്ല ഒരിക്കലും തന്നെ എനിക്ക് ഇന്നത് വേണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടില്ല. ഇപ്പോഴും ആ ചിന്തയില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. എനിക്കുണ്ടാകുന്ന ചിന്തകളെല്ലാം ലോകത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനു വേണ്ടിയാണ്, യുവാക്കളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ്, അവരെ ശരിയായ വഴിയിൽ നയിക്കുന്നതിനു വേണ്ടിയും ആണ്. ഉത്സാഹപൂർവം മനുഷ്യർക്ക് സേവനം ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. സായി തത്വത്തിന് അഹന്തയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. വിജയദിനങ്ങൾ വരുന്നു. ഈ മാസം കഴിഞ്ഞാൽ ഞാൻ ഭാരതത്തിലുടനീളം ഒരു യാത്ര ചെയ്യാൻ വിചാരിക്കുന്നു. ഇവിടെ ഇനി വന്ന് എന്നെ ദർശിക്കാൻ കഴിവില്ലാത്തവരും എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയുണ്ട്. അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അവരുടെ സമീപത്തേക്ക് പോവുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. സ്വാമിയുടെ പരിപാടികൾ പട്ടണങ്ങളിലും നഗരങ്ങളിലും വയ്ക്കാതെ ഗ്രാമങ്ങളിൽ മാത്രം മതി എന്ന് തീരുമാനിക്കണം. ചെലവ് അങ്ങേയറ്റം ചുരുക്കുക. പണമുണ്ടെങ്കിൽ ഗ്രാമീണർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രയോജനപ്പെടാമല്ലോ. ഓരോ ഗ്രാമത്തിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രാഥമിക തയ്യാറെടുപ്പുകൾ നടത്തണം. കാൽനടയായി പോലും ഞാൻ വരാൻ തയ്യാറാണ്. ആയിരക്കണക്കിന് ഒത്തുകൂടുന്ന ഗ്രാമീണരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ഗ്രാമത്തിലും വന്ന് ഭാരതീയ സംസ്കാരത്തെപ്പറ്റി ഞാൻ സംസാരിക്കാം. ഭാരതീയ ജീവിത രീതിയുടെ പുനരുദ്ധാരണം മൂലം ആനന്ദം പുനഃസ്ഥാപിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. യാതൊരു തടസ്സവും കൂടാതെ ഈ ജോലി ഞാൻ ചെയ്യും. ഭാരതീയ ധർമ്മം തീർച്ചയായും മറ്റുള്ള രാജ്യങ്ങളെയും പഠിപ്പിക്കേണ്ടതാണ്. നിരാശയ്ക്ക് കീഴടങ്ങുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. വിജയത്തിന്റെ ദിനങ്ങൾ വരുന്നു. അതിൻ്റെ കാഹളധ്വനി നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ദിവ്യാത്മസ്വരൂപരെ, നിങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ എനിക്ക് വ്യക്തമായി കാണാം. ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാമിയുടെ ഈ സത്യം മനസ്സിലാക്കാത്തവർ പോലും ഇതിൽ നിന്നുള്ള അനുഭവം മനസ്സിലാക്കി എൻ്റെ അടുത്ത് വരും. അധികം താമസിയാതെ ഈ ആശയം ലോകമെങ്ങും വ്യാപിക്കും. അതിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവൻ പ്രശാന്തി നിലയമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു തന്നെ കർമ്മത്തിൽ മുഴുകുക. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം ഭാവിയിൽ കിട്ടിയില്ലെന്ന് വരും. എൻ്റെ ഇത്രയും സമീപത്ത് വരാനുള്ള അവസരം ഭാവിയിൽ നിങ്ങൾക്കുണ്ടാവുകയില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു നിറയും. അതുകൊണ്ട് സേവാ പ്രവർത്തനങ്ങളിലൂടെ സ്വാമിയുടെ പ്രേമം സമ്പാദിക്കുവാൻ ശ്രമിക്കുക. സായി പ്രസ്ഥാന വിജയപൂർവ്വം പുരോഗമിക്കുന്നു. ഒരു രത്നത്തെ അനേക മുഖങ്ങളായി ഉടച്ചെടുക്കുന്നു. ഓരോ മുഖവും വർദ്ധിക്കുന്തോറും അതിൻ്റെ പ്രകാശവും വിലയും വർദ്ധിക്കുന്നു. സായി തത്വത്തിനോട് സഹിഷ്ണുതയില്ലാത്തവർ അതിനെ അപഹസിക്കും, തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ശക്തിയോടെ ഇത് പുരോഗമിക്കും. ഈ നിരൂപണങ്ങൾ സായി സംഘടനയുടെ മഹത്വത്തെ വളർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അസൂയയിൽ നിന്നാണ് വെറുപ്പുണ്ടാകുന്നത്, പക്ഷേ അനസൂയയിലാണ് ഈ സംഘടനയുടെ അടിസ്ഥാനം. നിങ്ങൾ ഈ സംഘടനയുടെ ആദർശത്തിനനുസരിച്ച് ജോലി ചെയ്യുമെന്ന് ശപഥം ചെയ്യുക. ഇനിയും
ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത സ്ഥിതിക്ക് ആ കാര്യങ്ങളെല്ലാം പ്രയോജനത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിക്കണം. തീരുമാനമെടുക്കുന്നതും ചെയ്യുന്നതും ഒരുമിച്ച് തന്നെ ആകട്ടെ. നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത കാര്യങ്ങൾ നാളെ മുതൽ തന്നെ ആരംഭിക്കുക. എല്ലാ രാജ്യത്തും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ആന്ധ്ര സംസ്ഥാനം മാത്രമാണ് സ്വാമിയുടെ സ്വന്തം ദേശം എന്ന് വിചാരിക്കാതിരിക്കുക. എല്ലാം സായിയുടേതാണെന്ന്, എല്ലാം ഒന്നാണ്. ഈ കലിയുഗത്തിൽ ഈ സത്യം ഉറപ്പാക്കാൻ ശ്രമിക്കാം. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണിത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വാമി സാധിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം. നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും ഐശ്വര്യവും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ എല്ലാ കഴിവുകളും മനുഷ്യവർഗത്തെ മുഴുവൻ സേവിക്കാൻ വിനിയോഗിക്കുക. പ്രശാന്ത് നിലയം, സായിറാം. സായിറാം. വളരെ അർത്ഥവത്തായി കരുതാണ് സാർ വായിച്ചത്. ഇനി സാറിന്റെ അനുഭവങ്ങൾ പറയാനുള്ള സമയമാണ്. സാറിന് അതിലേക്ക് പോവാം. 15 മിനിറ്റ്. സായിറാം. എൻ്റെ പേര് രത്നാകരൻ എന്നാണ്. ഞാനിപ്പോൾ കണ്ണൂർ സമിതിയിലാണ്. നേരത്തെ ഒരു വർഷം മുമ്പേ ഞാൻ ഡിസ്ട്രിക്ട് സ്പിരിച്വൽ കോർഡിനേറ്റർ ആയിരുന്നു. അതിന് കുറേ വർഷം മുമ്പ് ഞാൻ കണ്ണൂർ സമിതി കൺവീനറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ സമിതിയിലെ സാധാരണ ഒരു എളിയ ആക്റ്റീവ് വർക്കറാണ്. ഞാൻ ജനിച്ചതും വളർന്നതും അഞ്ചരക്കണ്ടിയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മാതൃസമിതി അഞ്ചരക്കണ്ടിയാണ്. അഞ്ചരക്കണ്ടിയിലാണ് ഞാൻ ജനിച്ചത്, വളർന്നത്, സ്കൂൾ പഠിച്ചതൊക്കെ അവിടെയാണ്. ആ അഞ്ചരക്കണ്ടി സമിതിയാണ് ഇന്നാണ് ഞാൻ സ്വാമിയെ പറ്റി കേട്ടതെന്ന് പറഞ്ഞതൊക്കെ. സമിതിയിലല്ല, സമിതി രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഒരു 1963 ഡിസംബർ മാസം, അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടെ ആ പ്രദേശത്ത് എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്ന് കിടപ്പിലായിരുന്നു. അപ്പൊ ഞങ്ങളെ വീട്ടിലന്ന് കുറേ പേരുണ്ട്, 10-25 പേരുണ്ട്. അമ്മമ്മയുടെ മക്കളൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് നമ്മളെല്ലാവരും ഫ്രീ അവിടെ എല്ലാ ചിക്കൻ ബോക്സ് ഒന്നും പുറത്തു പോകാൻ പറ്റില്ല, വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. എങ്കിൽ എല്ലാവരും അവിടെ കിടന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഇളയമ്മയുണ്ട്, ഡോക്ടർ പത്മാവതി, അവരും അവരുടെ ഹസ്ബൻഡ് സുകുമാരൻ മാഷ്, ഇവരാണ് സായിയുടെ പേര് ആദ്യമായിട്ട് നമ്മളിൽ എത്തിച്ചത്. അപ്പൊ ഈ കിടന്ന സമയത്ത് ഇവര് സ്വാമിന്റെ പല അത്ഭുതങ്ങളും മറ്റൊരു ആന്ധ്രാപ്രദേശിലാണ് സത്യസായി ബാബ എന്ന പേരിലുള്ളത്, അദ്ദേഹം ഈശ്വരാവതാരമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇവരിങ്ങനെ പറയും, നമ്മളിത് കേട്ടിരിക്കും. അന്നത്തെ കാലം എന്താണെന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഈശ്വര ഭക്തന്മാരായതുകൊണ്ട് ആരും ഈശ്വരനെ എതിർക്കൂല. ഇന്നത്തെ മാതിരി എന്ത് കേട്ടാൽ എതിർക്കുന്ന സ്വഭാവം അന്ന് ഞങ്ങൾക്കില്ലായിരുന്നു. മുതിർന്നവർ എന്താ പറയുന്നത് അത് അതേപോലെ അനുസരിക്കുക. കാരണം മുതിർന്നവർ അന്ന് നല്ലത കാര്യങ്ങളെ പറയുള്ളൂ, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്വാമിയെ എതിർക്കാനൊന്നും പോയില്ല. എങ്കിലും മനസ്സിലൊരു സംശയം ഉണ്ടാവും, ഈശ്വരൻ തന്നെയാണോ എന്നൊരു ചെറിയൊരു സംശയമുണ്ട്. അത് പുറത്ത് കാണിക്കില്ല. കാരണം മുതിർന്നവര് ഈ പറയുന്ന ആൾക്കാർക്ക് മുതിർന്ന ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുന്നവരാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൂടെ തന്നെ അന്ന് മറ്റുള്ള പല വ്യക്തികളും സ്വാമിയുടെ പേര് കേട്ടിട്ട് ആകൃഷ്ടരായിട്ട് അവരെല്ലാം കൂടി ഒരു ഒത്തുചേർന്ന് പുട്ടവർത്തി പോകാൻ തീരുമാനിച്ചിരുന്നു. അത് ഇങ്ങനെ കാലം കടന്നുപോയി. 1963 കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് ചേർന്ന് 1965 മാർച്ചിലാണ് SSLC പാസ്സായത്. SSLC പാസ്സായതിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഓണം പ്രീ ഡിഗ്രിക്ക് ചേർന്ന്. ഫസ്റ്റ് ഇയർ പ്രീ ആണോ സെക്കൻഡ് ഇയർ PDC ആണോ എന്നറിയില്ല. ഓണത്തിന് നമ്മൾ അഞ്ചരക്കണ്ടിന്ന് എല്ലാവരും പുട്ടവർത്തിയിലേക്ക് ബസ് പിടിച്ചു പോയി. ആ ബസ്സിൽ ഈ പറയുന്ന മുതിർന്നവരും രാജൻ മാഷുണ്ട്, ലക്ഷ്മൺ മാഷുണ്ട്, ഞങ്ങൾ 3 പേര് ഒന്നിച്ചായിരുന്നു എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നത്. ലക്ഷ്മൺ മാഷ് എൻ്റെ കൂടെ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്. രാജമാഷ് ഒരു കൊല്ലം സീനിയറാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പുട്ടവർത്തിയിലേക്ക് ആ ഓണത്തിന് പോയി. ആ ഓണത്തിന്റെ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം സ്വാമി ആദ്യമായിട്ട് ഫസ്റ്റ് കാണുന്ന യാത്രയാണ്, ഒന്നാമത്തെ യാത്ര. അതില് പുട്ടവർത്തിയിൽ എത്താറാവുമ്പോഴത്തേക്ക് ഏകദേശം പുട്ടവർത്തിയിൽ നിന്ന് ഒരു 500 മീറ്റർ ഇപ്പുറം എത്തുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ശരീരാസകലം വിറക്കാൻ തുടങ്ങി. ഒരു കമ്പനം. അപ്പൊ എൻ്റെ അടുത്ത് രാജമാഷുണ്ട്. രാജമാഷ് തോണ്ടി. അപ്പൊ രാജമാഷ്ക്ക് മനസ്സിലായി എനക്കും ഉണ്ട് അങ്ങനെ. രാജമാഷ് ഒന്നും പറഞ്ഞില്ല, എനക്കും ഇങ്ങനെ വിറക്കുന്നുണ്ട് എന്ന് പറയാം. സ്വാമിയെ കാണാൻ പോകുന്നില്ല, സന്തോഷം കൊണ്ടുണ്ടാവുന്നതാണെന്ന്. ശരിക്കും അതാണ്, ഞങ്ങൾ ഈശ്വരന്റെ അടുത്തേക്ക് പോവാണല്ലോ. അപ്പൊ ഈശ്വരന്റെ ആ സാമീപ്യം നമുക്ക് വരുന്നതുപോലെ ആ സ്പിരിച്വൽ വൈബ്രേഷൻ നമുക്ക് ശരിക്കും അവിടുന്ന് അനുഭവപ്പെട്ടു. ശരിക്കും പുട്ടവർത്തി എത്തുന്നത് വരെ നല്ല വൈബ്രേഷൻ. സ്വാമിയെ കണ്ടു. ഓണത്തിന്റെ മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു.
പിന്നെ ഓണത്തിന് ആ സമയത്ത് എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കും, എല്ലാവർക്കും സ്വാമിനെ കാണാൻ പറ്റും, ഇന്റർവ്യൂ കിട്ടും. പിന്നെ അങ്ങനെ ആ ഒരു കാലഘട്ടമായിരുന്നു. കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുണ്ടായിരുന്നു ഓണത്തിന് നമ്മൾ കൂടാതെ. അന്ന് എൻ്റെ കൂടെ അമ്മയും എൻ്റെ അനുജനും ഉണ്ടായിരുന്നു ഈ ബസ്സിൽ യാത്രയിൽ. അനുജൻ ശുഭാകരൻ ഇപ്പോഴും ഓർഗനൈസേഷനെ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കണ്ണൂർ സമിതിയിലാണ്. ഈ പൊസിഷനൊന്നും പിന്നെ മറ്റ് ഓഫീസ് ബെയറായിട്ടൊന്നും ഇരുന്നിട്ടില്ല, പക്ഷെ എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ടാവും. ശുഭാകരൻ വളരെ ചെറിയ കുട്ടിയാണ്ട്. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയമാണ്. അമ്മയും ശുഭാകരനും ഒന്നിച്ചാണ് ഞാൻ ജെൻസിന്റെ കൂടെ ഇരുന്നത്. അപ്പൊ അന്ന് എനിക്ക് പേഴ്സണൽ ഇന്റർവ്യൂ കിട്ടി, ഗ്രൂപ്പ് ഇന്റർവ്യൂ കൂടാതെ പേഴ്സണൽ ഇന്റർവ്യൂ കിട്ടി. ഇന്റർവ്യൂവിന് സ്വാമി എന്നോട് പിന്നെ സംസാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് എല്ലാം തെലുങ്കിലാണ് സ്വാമി പറഞ്ഞത്. തെലുങ്കിൽ എന്നോട് പറഞ്ഞു, അമ്മയ്ക്കും അനുജനും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, കാരണം ഞാൻ ഒറ്റക്കാണ് ഞാൻ ഇന്റർവ്യൂ ഇല്ല റൂമിലുള്ളത്. അപ്പോൾ അമ്മയെ പിന്നെ അനുജന് സ്വാമിക്ക് എവിടെ നിന്ന് അറിയാം? സ്വാഭാവികമായിട്ടും സാധാരണ ഒരാളാണെങ്കിൽ, ദിവ്യയാണെങ്കിൽ അറിയാൻ വഴിയില്ല. പക്ഷെ സ്വാമി എന്നോട് പറഞ്ഞ അമ്മയ്ക്കും അനുജനും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, സ്വാമി അന്തര്യാമി അല്ലേ, അപ്പൊ ഇതിന്റെ അർത്ഥം സ്വാമി എനിക്ക് മനസ്സിൽ തോന്നിക്കൂലേ? പെട്ടെന്ന് എനിക്കത് തോന്നി, അമ്മയ്ക്കും അനുജന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അനുജൻ എന്നുള്ളത് സ്വാമി കൈ താഴ്ത്തിയിട്ട് ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ കാണിച്ചു. അപ്പൊ പിടികിട്ട അത് പറഞ്ഞു, അതേ സ്വാമി, അമ്മയും അനുജനും വന്നിട്ടുണ്ട്, എൻ്റെ ബ്രദറാണ്, അമ്മയുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ സ്വാമി പറഞ്ഞു, പേടിക്കണ്ട, സ്വാമി എപ്പോഴും കൂടെ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ച് സ്വാമീൻ്റെ മുടിയിൽ ചേർത്ത് പിടിച്ച് സ്വാമി പാദ നമസ്കാരം ചെയ്ത് അന്ന് പുറത്തു വന്നു. പക്ഷെ ഈ ഒരൊറ്റ സംഭവം, അതായത് ഏതോ അഞ്ചരക്കണ്ടിയിൽ ഏതോ മൂലക്ക് താമസിക്കുന്ന എന്നെ സ്വാമിക്ക് അറിയാൻ കഴിഞ്ഞു. അത് ഞാൻ കണ്ടിട്ടാന്ന് വിചാരിക്കും എന്നെ. അതേസമയത്ത് എൻ്റെ അമ്മയെ അനുജനും സ്വാമിക്ക് തിരിച്ചറിയണ്ടെങ്കിൽ സ്വാമി അന്തര്യാമി ആയിരിക്കണം, ഈശ്വരനായിരിക്കണം. ഈ ചെറിയ സംഭവമാണെങ്കിൽ കൂടി അതിൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെയ്തു. സ്വാമി ഈശ്വരനാണെന്ന് അറിയാം, പക്ഷെ അതൊന്നും കൂടി ഉറപ്പിച്ചു പറഞ്ഞു. മറ്റുള്ളവരെ പോലെ വലിയ പിന്നെ അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ചെറിയൊരു അത്ഭുതം, ഈ ചെറിയ സംഭവം ശരിക്കും സ്വാമി ഈശ്വരനാണെന്ന് ഉറപ്പിക്കാൻ പറ്റി എനിക്ക് സാധിച്ചു. അതന്നെ എത്രയോ മഹത്തമായൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അന്ന് മുതൽ സ്വാമീൻ്റെ സംഘടനയായിട്ട്, സ്വാമി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിന് ഒരുപാട് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ അഞ്ചരക്കണ്ടിയിൽ എന്ന മുതിർന്ന ആൾക്കാർക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ സ്വാമിയുടെ ആക്ടിവിറ്റീസ് തന്നെയാണ്, വേറെ ആക്ടിവിറ്റി ഇല്ല. വീട് കഴിഞ്ഞാൽ സമിതി കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോൾ ബാങ്ക്. ഈ ആക്ടിവിറ്റീസിൽ സ്വാമിക്ക് തന്നെയായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. അപ്പം ബാഹ്യലോകത്ത് നടക്കുന്ന ഒന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല, പൊളിറ്റിക്കായാലും എന്തായാലും ആക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വാമി ആക്ടിവിറ്റി. അതിന് ഈ സത്സംഗം ശരിക്ക് അന്ന് നമ്മുടെ കൂടെ നമ്മളെ മുതിർന്നവർ, ഈ പറയുന്ന ഇളയമീൻ ചുമ്മാപ്പൻ എന്ന് വിളിക്കുക, പിന്നെ രാജൻ മാഷ്, അച്ഛൻ, കൃഷ്ണൻ മാഷ്, ലക്ഷ്മൺ മാഷേട്ടൻ, മൂന്നാട്ടൻ ഒരുപാട് പരിചയമുള്ള ആള്, ആദ്യമായിട്ട് ഒരുപാട് അറിവുള്ള ആളാണ് മൂന്നാട്ടൻ. ഇവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പിന്നെ മൂന്നം മാഷ്, ശ്രീശൈലത്തെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നം മാസ്റ്റർ. ഇങ്ങനെ അന്നത്തെ പ്രഗത്ഭരായ ഒരുപാട് മുതിർന്നവര് നമുക്ക് ഈ സമിതി മുഖാന്തരം നമുക്ക് ഒരുപാട് മാർഗദർശനം തന്നിട്ടുണ്ട്. അന്ന് ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇവരെ ഞങ്ങൾ സഹായിക്കും എന്നല്ലാതെ നമുക്ക് ഒന്നും അറിയില്ല. അപ്പൊ സ്വാമിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കാനും മറ്റു പലതിനും നമുക്ക് അഞ്ചരക്കണ്ടിയിൽ ഉള്ളപ്പോൾ ആ സമയത്ത് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സമിതി തന്നെയാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ കേന്ദ്രം. അപ്പൊ ഒരുപാട് സത്സംഗങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. സമിതിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, സ്വാമി പറഞ്ഞ ആക്ടിവിറ്റീസ്, നഗസംഗീതനം, ഭജന, സത്സംഗങ്ങള്, സാധന ക്യാമ്പുകൾ, ഫുൾ ഡേ സാധന ക്യാമ്പിലാണ് നമ്മൾ ഇത് മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് ചർച്ച ചെയ്യുകയൊക്കെ എല്ലാ മാസവും ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാൻ ആ കുട്ടിക്കാലത്ത് നമുക്ക് സാധിച്ചു കഴിഞ്ഞു. അത് വലിയൊരു അനുഗ്രഹം. അത് അന്നത്തെ മുതിർന്നവരെ ഞാൻ ഇപ്പൊ നമസ്കരിക്കുന്നുണ്ട്. അവരൊന്നും ഇന്നാരും ജീവിച്ചിരിപ്പില്ല. എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളാണ് ഞാൻ, ലക്ഷ്മണ മാഷി, രാജൻ മാഷി, അങ്ങനെ കുറച്ച് പേര് നമ്മുടെ ശിഷ്യന്മാരായിട്ട് സുരേഷ് ബാബു ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും തന്നെ ആ ഒരു ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടായി. അവിടുന്ന് ഞാൻ ബാങ്കിൽ ജോലി കിട്ടി കണ്ണൂർ ട്രാൻസ്ഫറായി. അതിനുശേഷം കണ്ണൂർ സമിതിയിലായി എൻ്റെ പ്രവർത്തനങ്ങൾ. കണ്ണൂർ സമിതിയിൽ വന്നപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അല്ലാതെ ബാക്കി എല്ലാ സമയത്തും സമിതിയുടെ ആക്ടിവിറ്റി തന്നെ ഉണ്ടാവും. ഈ സമയത്ത് ഈ ചെറുപ്പകാലത്ത് എനിക്ക് പുട്ടവർത്തിയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് നവരാത്രി, ശിവരാത്രി,
അതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് വേദപുരുഷ സപ്താഹയജ്ഞത്തിലാണ്. അത് പിന്നെ മിക്കവാറും ഒരുപാട് വേദപുരുഷ സപ്താഹയജ്ഞം കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ സ്വാമി വിഭൂതി അഭിഷേകം ചെയ്യുന്നത്, അത് ഈ ഇടക്കാലത്ത് സ്വാമി നിർത്തിവെക്കുന്നത് വരെ അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഈ വേദപുരുഷ സപ്താഹയജ്ഞം. പിന്നെ ഇപ്പോഴേ പിന്നെ ഈ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറില്ല, തിരക്ക് കാരണം പങ്കെടുക്കാറില്ല. പക്ഷേ ഡ്യൂട്ടി കൃത്യമായിട്ട് എല്ലാ 2 ഡ്യൂട്ടിയിൽ ഇപ്പൊ കൃത്യമായിട്ട് ആരോഗ്യം അനുവദിക്കുന്നവരെ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ് സമിതിയായിട്ടുള്ള ബന്ധം. സമിതി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും നമ്മുടെ വീട് സമിതി പോലെയാണ്. ശരിക്കും എല്ലാവരും നമ്മുടെ സമിതിയെ സ്വന്തം വീട് പോലെ കരുതി സമിതിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം. നമുക്ക് ഈ സമിതിയിൽ എന്ത് പൊസിഷൻ ഉണ്ടായാലും, ഓഫീസ് ബെയർ ആണെങ്കിലും അല്ലെങ്കിലും സമിതിയുടെ എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ പങ്കെടുക്കണം. മറ്റുള്ളവർക്ക് അതിനും കൂടി എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മളെ മറ്റുള്ള ചുറ്റുപാടുകളുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ സ്വന്തം അനുഭവങ്ങളായി കണക്കാക്കിയിട്ട് അതിൽ നമ്മൾ പാഠം പഠിക്കുന്നത്. പിന്നെ വേറൊന്ന് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സ്വാമിയുടെ വാക്കുകൾ വേദവാക്യങ്ങളാണ്. അതിനെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും അതിൽ ലംഘിക്കാൻ പാടില്ല. ലംഘിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഉദാഹരണമായി ഓർഗനൈസേഷന് വേണ്ടി സ്വാമി ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ട്, നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, ഡിസിപ്ലിൻ തന്നിട്ടുണ്ട്. ഈ ഡിസിപ്ലിൻ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല. സ്വാമി പറഞ്ഞ അക്ഷരം അതേപോലെ നമ്മൾ അനുസരിച്ചേ വെക്കും. അതിൽ ഒരു മാറ്റവും പാടില്ല. പിന്നെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ നിർദ്ദേശങ്ങൾ, ഓഫീസ് ബേരേഴ്സിന്റെ ഡ്യൂട്ടികൾ, അത് എല്ലാം നമ്മൾ അനുസരിക്കണം. അത് നമ്മളിപ്പോൾ ഇപ്പോഴെന്ത് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ, ആള് കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യും, അതിൽ ചെറിയൊരു പിന്നെ മാറ്റം വരുത്തുന്നു. അത് പാടേയില്ല. പിന്നെ അതിന് ഒരുപാട് എക്സാമ്പിൾസ് മറ്റു രീതിയിൽ പറയാം. സ്വാമിയോട് അന്ന് ഞങ്ങൾ പുട്ടവർത്തിയിൽ നിന്ന് മടങ്ങുമ്പോൾ സ്വാമി പെർമിഷൻ ടു ഗോ എന്ന് ചോദിക്കും. അതായത് നാട്ടിലേക്ക് മടങ്ങി പോട്ടെ, ഇന്ന് വൈകുന്നേരം പോകാൻ ഉദ്ദേശിക്കുന്നത് പോട്ടെ ചോദിക്കപ്പോൾ സ്വാമി പൊക്കെന്ന് പറയും. ചിലവരോട് പറയും വേണ്ട, നാളെ രാവിലെ പോയാൽ മതി എന്ന് പറയും. ഒരു പ്രാവശ്യം ഒരു പാർട്ടി, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, അവര് അന്ന് പിറ്റേ ദിവസം രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവര് രാവിലെ പോയില്ല, അന്ന് വൈകുന്നേരം തന്നെ പോയി. വഴിക്ക് വെച്ച് അവരെ നക്സലിന്റെ ആക്രമണം ഉണ്ടായി. ഒരുപാട് വിഷമങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നു. സ്വാമി പറഞ്ഞത് അക്ഷരം പ്രതി നമ്മൾ അനുസരിച്ച് വെക്കൂ. സ്വാമി ഉഗാണ്ടയിൽ പോയപ്പോൾ അവിടെ സ്വാമിക്ക് സ്വീകരണമെല്ലാം നടിക്ക് സ്വാമി തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മലയാളി പിന്നെ അവിടുത്തെ അവരോട് പറഞ്ഞു, ഇന്ത്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടുത്തെ താമസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങണം, അധികം താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്വാമി പോയി. പക്ഷെ ഇവര് എത്രയോ കാലമായി ഉഗാണ്ടയിൽ സ്വത്ത് സമ്പാദിച്ച് അവിടെ ബിസിനസ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ മടങ്ങി വരാൻ പറ്റും? അപ്പൊ സ്വാമി പറഞ്ഞതാണല്ലോ, അത് ചിലവരനുസരിച്ചു, ചിലവരനുസരിച്ചില്ല. പെട്ടെന്ന് അവിടെ യുദ്ധം, പിന്നെ അവിടെ ആഭ്യന്തര കലാപം പുറപ്പെട്ടു. ജീവൻ വേണ്ട കൂട്ടർ 24 മണിക്കൂറിൽ സ്ഥലം വിടണം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഉടുതുണിയോട് കൂടിയേ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അന്ന് സ്വാമി പറഞ്ഞത് ആ അക്ഷരം പ്രതി നമ്മൾ അനുസരിച്ച് അവരനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്തെങ്കിലും രക്ഷ കിട്ടുമായിരുന്നു. അതാണ് പറഞ്ഞത്. നമ്മുടെ ഓർഗനൈസേഷന്റെ കാര്യത്തിലായാലും നമ്മൾ എന്ത് ചെയ്യണം, സ്വാമി പറഞ്ഞ ആ വാക്കുകൾക്ക് ഒരു തരത്തിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. സായിറാം, ഏകദേശം സമയമായിട്ടുണ്ട്. നമ്മള് ബാലവികാസ് തുടങ്ങിയെന്ന് പറഞ്ഞൂടെ? അതെ അതെ, നമ്മൾ സന്ധി ആക്ടിവിറ്റീസിൽ നമ്മളെ പ്രധാനപ്പെട്ട ബാല്യവികാസം വിട്ടുപോയി. നഗരസംഗീതം കൃത്യമായിട്ട് നടത്തും, ഭജന, പിന്നെ മാസത്തിൽ ഒരിക്കലുള്ള സാധന ക്യാമ്പ്, പിന്നെ ബാല്യവികാസ്. സമിതിയുടെ ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ അന്ന് കൃത്യമായിട്ട് നടത്താറുണ്ടായിരുന്നു അഞ്ചരക്കണ്ടിയിൽ. അതിൽ പങ്കാളിയാവാൻ പറ്റി. അത് വലിയ അനുഗ്രഹം. അന്ന് നമ്മൾ ഈ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ വേറെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഈ സന്ധികളുടെ ആക്ടിവിറ്റി ഒരുപാട് മാറ്റം നമുക്ക് തന്നിട്ടുണ്ട്. അന്നത്തെ മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ലക്ഷ്മമാഷ ഏട്ടൻ മൂന്നാട്ടൻ പഠിക്കുന്ന കാലത്ത് സെന്റ് ജോസഫ് സ്കൂളിലെ പോക്കിരിയായിരുന്നു. ആ സമയത്ത് അപ്പക്കുട്ടൻ മേനോൻ പിന്നെ അവിടെ മലയാള മാഷാണ്. അപ്പൊ അപ്പക്കുട്ടൻ മേനോൻ പറയട്ടെ, നീ എഴുന്നേടെ നന്നാവുക, ഈ അടിപിടിയെല്ലാം ഉള്ള നീ, അതിന്റെ ചുറ്റുപാടിലും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണല്ലോ. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അതെല്ലാം മറിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുട്ടവർത്തയിൽ ചെന്നപ്പോ അപ്പക്കുട്ട മാഷും മൂന്നാട്ടനിലും ഒരു വരിയിൽ സ്വാമീൻ്റെ അടുത്ത് ദർശനത്തിന് ഇരുന്നിന്. അപ്പൊ അപ്പക്കുട്ട സാറ് അന്തം വിട്ടുപോയി. അപ്പക്കുട്ട മേനോൻ, നമ്മൾ ശാന്തിസൂര്യയുടെ മുൻ പത്രാധിപർ, എടാ മൂന്ന നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പൊ മൂന്നാട്ടൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന്? അതെല്ലാം ഭഗവാന്റെ നിയോഗമല്ലേ. അപ്പൊ അപ്പക്കുട്ടൻ സാറിന് ഭയങ്കര സന്തോഷമായി മൂന്നാട്ടനെ കണ്ടപ്പോൾ. കാരണം ഒരിക്കലും മൂന്നാട്ടൻ ഇങ്ങനെ സ്വാമീന്റെ ഡിവോട്ടി ആവുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ആ ചുറ്റുപാടിലല്ല അന്ന് മൂന്നാട്ടൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതായത് അതിൽ ഉദ്ദേശിക്കുന്നത് ഒരാളെ ഭാവി തീരുമാനിക്കുന്നത് ഞങ്ങളോ നിങ്ങളോ അല്ല, സ്വാമിയാ തീരുമാനം. സ്വാമി മുഴുവൻ ഓർഗനൈസേഷനിൽ വരണം എന്ന് വിചാരിച്ചാൽ വന്നേ ഒക്കൂ. മൂന്നാട്ടൻ തന്നെ ഈ കഥ പറഞ്ഞിട്ടുണ്ട്.
അപ്പക്കുട്ടൻ സാറെ കണ്ടതും, അപ്പൊ അപ്പക്കുട്ടൻ സാറുടെ ആ സന്തോഷത്തിന്റെ ആ അളവും, പിന്നെ ആ സാറിന്റെ ബുക്ക്, പിന്നെ എല്ലാ സമിതി, പുള്ളിയുടെ ബുക്ക് അന്ന് വളരെ നല്ല ഇതായിരുന്നു. മലയാളത്തിൽ തർജ്ജമ ചെയ്ത് രാമകഥ രസവാഹിനി, ഭാഗവതവാഹിനി, മറ്റു പലതും. ഇദ്ദേഹം മലയാള ഭാഷയുണ്ട്. അദ്ദേഹത്തിന്റെ തർജ്ജമ വെറും ഒരു ഗൂഗിൾ തർജ്ജമയായിരുന്നില്ല. സ്വതസിദ്ധമായ ശൈലിയിൽ മലയാളത്തിൽ അദ്ദേഹം എഴുതിയ ബുക്ക്, അത് വായിക്കാൻ നല്ല രസമായിരുന്നു. അന്നാണ് ഞങ്ങൾ ബാലവികാസ് ക്ലാസ് എടുത്തത്. ഞാൻ തുടക്കത്തിൽ ഞാൻ സ്ഥിരമായിട്ട് എടുത്തിരുന്നു. പിന്നെ അത് ഞാൻ സ്ഥലം മാറി പോയപ്പോഴാണ് ലക്ഷ്മൺ മാഷും രായ മാഷും ഒക്കെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. അത് നമ്മുടെ ശിഷ്യയിലെ ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ സുരേഷ് ബാബു, മറ്റേ ഡോക്ടർ ഷാജി, അവരൊക്കെ. ഇതാണ് ഈ ഓർഗനൈസേഷനായിട്ട് എൻ്റെ കയ്യിലുള്ള കഥകള്. ബാക്കിയെല്ലാം ഭഗവാന്റെ ഇതാണ്. എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് അർപ്പിച്ചതായിട്ട് കണക്കാക്കണം. സായിറാം. ഏകദേശം മതിയായി എന്ന് വിചാരിക്കാം. സായിറാം. പരോപകാരായ ഫലന്തി വൃക്ഷഃ പരോപകാരായ വഹന്തി നദ്യഃ പരോപകാരായ ദുഹന്തി ഗായഃ പരോപകാരം ഇദം ശരീരം പരോപകാരായ ഇദം ശരീരം പരോപകാരായ ഫലന്തി വൃക്ഷഃ. వైజ్ఞానుడైన వైద్యులారా, medical experts, వృక్షము స్వార్థరహితమైనటువంటి యొక్క భావముతో, ఫలాపేక్ష లేకుండా, ప్రతిఫలాపేక్షను కోరకుండా, తనను బాధించినటువంటి వారికి కూడాను ఫలమునిచ్చి చల్లని ఛాయచే వారి హృదయమును చల్లబరుస్తూ ఉంటుంది. the tree with the spirit of selflessness, with no expectation of anything in result, it gives the shade and the fruit to all those that even hurt it. పరోపకారాయ వహంతి నద్యః. పరోపకార నిమిత్తమై ఫలాపేక్ష లేకుండా జలము సర్వుల యొక్క దాహమును తీర్చటమే కాక దేహమును కూడాను పరిశుద్ధపరుస్తూ వస్తుంది. The water similarly is selfless. It quenches the thirst and even helps to cleanse the body. పరోపకారాయ దుహంతి గాయః. ఎట్టి స్వార్థము లేక పరార్థము చేత పవిత్రమైన క్షీరమును ప్రజలకు అందించి నిస్వార్థమైనటువంటి జీవితాన్ని గడుపుతుంది గోవు. It's again here, the cow that leads the selfless life, not expecting anything in return, it gives sacred milk to nurture the body. పరోపకారాయ ఇదం శరీరం. మానవ శరీరము కూడాను పరోపకార నిమిత్తమై ప్రాప్తించినదే కాని స్వార్థ సప్రయోజన నిమిత్తమై ఏర్పడినది కాదనేటువంటి సత్యాన్ని మానవుడు మొట్టమొదట గుర్తించాలి. Similarly, man must realize in the first instance that the body is gifted to serve others and not for selfish interest or selfishness.
7 सितंबर से पितृ സൈരം ഭജനയ്ക്ക് പോവാം. ഭജനയ്ക്ക് വയലിലേക്ക് അതെ. പോവാം. എനിക്ക് സ്റ്റേറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അതും കൂടെ साई महादेवा सत्य साई महादेवा वर्तिपुरीश्वर है साई बाबा महेश्वर है साई महादेवा सत्य साई महादेवा निरुपम गुण सदना साई नीरजदल नयना विभूति सुंदर है साई बाबा महेश्वर है विभूति सुंदर है साई बाबा महेश्वर है साई महादेवा सत्य साई महादेवा साई राम ഓം ശ്രീ സായിരാം. സായി മഹിമ. സായി ഉപമ. ഒരു ശില്പി ഒരു കല്ലിൽ തന്റെ ഇഷ്ടദേവതയുടെ രൂപം മാത്രം കാണുകയും കല്ലിലെ ബാക്കി ഭാഗങ്ങളെ ഉളി ഉപയോഗിച്ച് അടർത്തി മാറ്റുകയും ചെയ്യുന്നു. അതുപോലെ ആ സായിയാണോ ഈ സായിയാണോ എന്നും മറ്റുമുള്ള ചർച്ചകൾ അപ്രധാനമാണ്. ഒരേ പഞ്ചസാര തന്നെ വിവിധ അച്ചുകളിൽ ഇടുമ്പോൾ വിവിധങ്ങളായ മധുര പലഹാരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ രാമ, സായി, സത്യസായി, ശിരിഡി സായി, കൃഷ്ണ ആദിയായ എല്ലാം ഒരേ പഞ്ചസാര തന്നെയാണ്. ഒരു സാധകന് അത് മാത്രം മതിയാകും. അയാൾ സമയമാകുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്ത് എന്റേതല്ലാത്തതായി ആരുമില്ല. എല്ലാവരും എന്റേതാണ്. അവർ എന്റെ നാമമോ മറ്റേതെങ്കിലും നാമമോ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവർ എന്റേതു മാത്രമാണ്. ജയ സായിരാം. മാഷെ ശാന്തി മന്ത്രം പറഞ്ഞോളൂ. സതീശ മാഷില്ലേ പോയോ? സായിരാം സാർ, എനിക്ക് ഒരു സ്റ്റേറ്റ് മീറ്റിംഗും കൂടെ നടക്കുന്നുണ്ട് എന്റെ ഒപ്പം, രഥയാത്രയുടെ. അതുകൊണ്ട് അങ്ങോട്ടും കൂടെ ഓർഡറുണ്ട്. എന്തായാലും ഭംഗിയായിട്ട് സാറ് പറഞ്ഞു, രത്നാകരൻ സാറ് പറഞ്ഞു. ഒരുപക്ഷെ ജീവിതം മുഴുവൻ സായി പൂജയാക്കിയ ഒരു അപൂർവ വ്യക്തിത്വമാണ് രത്നാകരൻ സാറ്. സാറിനും കുടുംബത്തിനും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിരാം സാർ. സായിരാം. സായിറാം സായിറാം. മാഷെ ഇത് പറഞ്ഞോളൂ, ശാന്തി മന്ത്രം. ആ ശരി. സായിരാം മത്സലേച്ചി, ഞാൻ പണ്ട് കുട്ടികളെ ഭജന പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ ഇന്ന് മാഷിനോട് പറയായിരുന്നു, ജ്യോതിയുടെ കൊച്ചുമക്കള് അസല് പാട്ടുകാരികളാണെന്നും. അവരൊക്കെ ഇപ്പൊ വലുതായില്ലേ? അവര് അവിടെ ബാലവികാസിലും പിന്നെ സമിതിയിലൊക്കെ നല്ലോണം വേദമൊക്കെ ചൊല്ലും, ഭജനയൊക്കെ പാടും. ഒരിക്കൽ വേദത്തിന് വന്നിരുന്നു തോന്നുന്നു അല്ലേ ഇവിടെ? വന്നിരുന്നു. എപ്പോഴും ഒരിക്കല് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് സതീഷ് മാഷിനോട് പറയായിരുന്നു, മക്കൾ രണ്ടുപേരും എന്റെ ബാലവികാസിൽ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു എന്ന്. ഞാൻ ജ്യോതിയെയും രത്നാകരൻ സാറിനെ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് പുട്ടപർത്തി വെച്ചിട്ട്. അതെ. സായിരാം. താങ്ക് യു സോ മച്ച്. സായിരാം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു.
സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം.